4 ഇൻസ്റ്റാൾമെന്റായി 913 കോടി രൂപയും ഇപ്പോൾ അഡീഷണൽ ഇൻസ്റ്റാൾമെന്റായി 120 കോടി രൂപയും കേരളത്തിന് നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായി നൽകി എന്ന് പറയുന്നു. ശരി, നാഷണൽ ഹെൽത്ത് മിഷനിൽ ആശമാർക്ക് ശമ്പളം കൊടുക്കൽ മാത്രമല്ലല്ലോ ഉള്ളത്. വലിയ ആക്ടിവിറ്റിയാണ് NHM വേണ്ടി പണം വേണ്ടതുണ്ട്, അത് നൽകി എന്നുള്ളത് കേന്ദ്രം വിശദീകരിക്കുന്നു. പക്ഷെ പ്രശ്നം ഇതൊരു കേരള സ്പെസിഫിക് പ്രശ്നമേ അല്ല. ഇവിടെ മാത്രമല്ല കേട്ടോ സമരം ഉണ്ടാവുന്നതും. ഇതേമാതിരിയുള്ള സമരം മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്. ഹരിയാനയിലും ഛത്തീസ്ഗഡിലും ഒക്കെ CITU തന്നെ സമരം ചെയ്തിരുന്നു. കർണാടകയിൽ കഴിഞ്ഞ മാസം വലിയ സമരം ഉണ്ടായി. ഇതൊരു രാജ്യവ്യാപക പ്രശ്നമാണ്. അപ്പോഴൊക്കെ കേന്ദ്രം ആ സംസ്ഥാനത്തിന് ഇത്ര NHM ഫണ്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ വിഷയം അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ആശ എന്നുള്ളത് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആണ്. ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് അതുണ്ടായ സമയം മുതൽ അതാണ് അതിന്റെ കൺസെപ്റ്റ്. ഈ മാറിയ സാഹചര്യം നമ്മൾ 2020 വലിയ കോവിഡ് എന്ന മഹാമാരിയെ അഭിസംബോധന ചെയ്തു. ആശമാർ അവിടെ വലിയ ഒരു കരുത്തായതുമാണ്. പുതിയ സാഹചര്യത്തിൽ അവരെ ഈ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നുള്ളതിനപ്പുറത്തൊരു തൊഴിലാളിയായി പരിഗണിക്കുന്ന വിധത്തിൽ എന്നാണ് കേന്ദ്ര സർക്കാർ ഒരു പുതിയ നയം പ്രഖ്യാപിക്കാൻ പോകുന്നത്? ഈ വിഷയം നാഷണലായിട്ടല്ലേ അഡ്രസ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, ഇവരെ പഴയ രീതിയിൽ കണ്ടാൽ പോരാ, ഇവരെ പുതിയ സാഹചര്യത്തിൽ പുതിയ രീതിയിൽ കാണണം. പക്ഷേ ആ തീരുമാനം എടുക്കേണ്ടത് ആരാണ്? ഞാൻ നേരത്തെ ആ വാക്ക് പറഞ്ഞല്ലോ, അതായത് റിക്വയർമെൻറ്റ് പോസ്റ്റ് ബൈ സ്റ്റേറ്റ്. അത് ഡീൻ കുര്യാക്കോസിൻ്റെ ചോദ്യത്തിനും കുമാര നായിക്കിൻ്റെ ചോദ്യത്തിനും കൊടുത്ത ഉത്തരത്തിലുള്ള വാക്കാണത്. അതായത് ഇതെങ്ങനെ തീരുമാനിക്കുന്നതെന്നറിയോ? ഓരോ വർഷവും ആ വർഷത്തിൻ്റെ സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്തിന് മുമ്പായി ഓരോ സംസ്ഥാനത്തെ ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരും കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ നടക്കുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ അവരുടെ സംസ്ഥാനങ്ങളിലെ ആശാ വർക്കർമാരുടെ എണ്ണം, അംഗൻവാടി വർക്കർമാരുടെ എണ്ണം, ഇത് സംബന്ധിച്ചുള്ള ചെലവ്, അതിനവർ പ്രതീക്ഷിക്കുന്ന തുക, ഇതെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇത് ഫിക്സ് ചെയ്യാണ്. ഇത് ഫിക്സ് ചെയ്തതിന് ശേഷമാണ് ബഡ്ജറ്റിൽ ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത്. വൺസ് ബഡ്ജറ്റിൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഇൻക്രീസ് ചെയ്ത് കിട്ടാൻ സാധാരണഗതിയിൽ പാടാണ്. പക്ഷേ ഇപ്പോൾ ആരോഗ്യ മേഖല ആയതുകൊണ്ട് എല്ലാവർക്കും കുറേശ്ശെ അധികം കൊടുത്തിട്ട് കേരളത്തിന് 120.45 കോടി രൂപ അധികം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും പോരാ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പരിപൂർണമായി പരിഷ്കരിക്കണം എന്നുള്ളത് തന്നെയാണ് സത്യം. പക്ഷേ അത് എങ്ങനെ തീരുമാനിക്കണം? പ്രീ ബഡ്ജറ്റ് ഡിസ്കഷനിൽ, അതായത് ബഡ്ജറ്റിന് മുമ്പുള്ള ചർച്ചയിൽ സംസ്ഥാനങ്ങളും കേന്ദ്രവും ഇരുന്ന് ഇതിൻ്റെ രൂപവും ഭാവവും മാറ്റാനുള്ള ചർച്ച അന്നേരമാണ് നടക്കേണ്ടത്. എന്ന് വെച്ചാൽ ഡിസംബർ ജനുവരി മാസങ്ങളിൽ നടക്കണം. ഫെബ്രുവരി 1 ബഡ്ജറ്റാണ്. അപ്പോൾ ആ സമയത്ത് ഇത് അവതരിപ്പിച്ച് ഇനി സംസ്ഥാനം ഇപ്പോൾ ഞങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇവർക്ക് വേതന വർധനവ് കൊടുക്കാമെന്ന്. ആ വിഷയം അവിടെ അവതരിപ്പിക്കാമല്ലോ. നിലവിൽ ഞങ്ങളുടെ സംസ്ഥാനത്ത് ഇത്ര രൂപ വെച്ച് കാര്യങ്ങൾ നടക്കില്ല, ആളുകൾക്ക് ജീവിത ചെലവ് കൂടുതലാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അത് ഒറ്റയ്ക്കായിട്ടും കൂട്ടത്തോടും ചെയ്യാമല്ലോ. ഇപ്പോൾ GST കൗൺസിലിൽ എല്ലാ തീരുമാനവും ഇന്നുവരെ ഐക്യകണ്ഠേനയല്ലേ? GST കൗൺസിലിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒറ്റക്കെട്ടായി നിന്ന് തീരുമാനം എടുക്കുന്നുണ്ടല്ലോ. ഈ നിമിഷം വരെ ഏതെങ്കിലും ഒരു തീരുമാനം ഭൂരിപക്ഷ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുണ്ടോ? BJP ഭരിക്കുന്ന സംസ്ഥാനത്തിലെ മന്ത്രിമാരും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തിലെ മന്ത്രിമാരും BJPയുമായി ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ വൈരാഗ്യം കാണിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തെ മന്ത്രിയും കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന കേരളത്തിലെ മന്ത്രി എല്ലാവരും ഇരുന്നിട്ടല്ലേ GSTയിൽ ഐക്യകണ്ഠേന തീരുമാനിക്കുന്നത്. അതുപോലെ നാഷണൽ ഹെൽത്ത് മിഷന്റെ കാര്യത്തിലും സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ഒരുമിച്ചിരുന്ന് തീരുമാനിക്കണം. പക്ഷേ പ്രശ്നം ഇതിൻ്റെ പദ്ധതി വിഹിതം കൂട്ടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, 2 കൂട്ടർക്കും ബാധ്യത വരും. അത് താങ്ങാനുള്ള ശേഷി സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെ ഉയർത്തി കാലോചിതമായി പരിഷ്കരിക്കണം. കാരണം എന്താണ്, ഇത് നമ്മുടെ രാജ്യത്തിന്റെ ആരോഗ്യത്തിന്റെ പ്രശ്നമാണ്. വരും തലമുറയുടെ ഫിക്സഡ് ഇൻസെന്റീവിനും വേരിയബിൾ ഇൻസെന്റീവിനും ആണല്ലോ ഇപ്പോൾ ഈ പറഞ്ഞ 60-40 അനുപാതം ഉള്ളത്. ബാക്കി ഇപ്പോൾ കർണാടക കൊടുക്കുന്നത്, കേരളം കൊടുക്കുന്നത്, കേരളത്തിന്റെ 7000 ഓണറേറിയം എന്ന് പറയുന്നത് കേരളം മാത്രം കൊടുക്കുന്നതാണ്. കർണാടക ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന 10,000 എന്ന് പറയുന്നത് ഈ ഇൻസെന്റീവ് കൂടാതെ അവർ മാത്രമായി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ സംസ്ഥാനങ്ങൾ അത്രയും ബേർഡൻ വഹിക്കുമ്പോൾ കേന്ദ്രം മൊത്തം സ്കീം ഈ 60-40 എന്നുള്ള നിലയിലായാൽ സംസ്ഥാനങ്ങൾ അത്ര വഹിച്ചാൽ പോരെ? അല്ല അഭിലാഷേ, കോവിഡ് വന്നപ്പോൾ വാക്സിൻ നമ്മുടെ അങ്കണവാടിയിൽ എത്തിച്ചു കൊടുത്തത്, നമ്മുടെ ആശുപത്രിയിൽ എത്തിച്ചു കൊടുത്തത്, അതായത് അത് കണ്ടെത്തി നിർമ്മിച്ച് അതിന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിർമ്മിച്ചതിന് അവിടെ പൈസ കൊടുത്ത് പാറ്റൻറ്റ് വാങ്ങാൻ SSIക്ക് മുൻകൂട്ടി 3500 കോടി രൂപ കൊടുത്തത്, കോവാക്സിൻ ഉണ്ടാക്കിയ ഭാരത് ബയോടെക്കിന് മുൻകൂട്ടി 2500 കോടി രൂപ കൊടുത്തത്, അവരെയൊക്കെ പണം കൊടുത്ത് സഹായിച്ച് വാക്സിൻ നിർമ്മിക്കാൻ പ്രാപ്തരാക്കി. അത് നിർമ്മിച്ച വാക്സിൻ പണം കൊടുത്ത് വാങ്ങി വിമാനങ്ങളിൽ അതാത് സംസ്ഥാനങ്ങളിൽ എത്തിച്ചു കൊടുത്തത് കേന്ദ്രമല്ലേ? ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലേ?
ശമ്പളം മാത്രം കൊടുക്കുന്ന ഒരു പണിയാണോ ഇത്? എത്ര കോടാനുകോടി രൂപയുടെ സർക്കാരുകൾ അങ്ങനെ ശമ്പളം മാത്രം കൊടുക്കുന്ന പണിയാണോ? എത്ര വാക്സിനേഷൻ വേണം? പറഞ്ഞ വാക്സിൻ യൂണിവേഴ്സൽ ആക്കിയത്, എല്ലാവർക്കും സൗജന്യമാക്കിയത് സുപ്രീം കോടതി ഖണ്ഡിതമായി ഇടപെട്ടതുകൊണ്ടാണ് കേട്ടോ. താങ്കൾ അത് മറന്നു പോകരുത്. സുപ്രീം കോടതി ഉത്തരവാണ്. അല്ല, ചെലവില്ലേ ഈ 37,222.96 കോടി എന്ന് പറഞ്ഞാൽ അതിൽ എത്ര ശതമാനം ഉണ്ടാവും ശമ്പളത്തിന്? ബാക്കി ഇതിന് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലേ? ഇതിന് ആശുപത്രികളിലേക്ക് ഉപകരണങ്ങൾ വാങ്ങാൻ പൈസ കൊടുക്കുന്നത് കേന്ദ്രം, മരുന്നുകൾ വാങ്ങാൻ പൈസ കൊടുക്കുന്നത് കേന്ദ്രം. അതായത് അതിൻ്റെയൊക്കെ 60% ഞാൻ മുഴുവൻ കൊടുക്കുന്നു എന്ന് അവകാശപ്പെടുന്നില്ല. അപ്പൊ ഇതൊക്കെ ഉണ്ട്. അപ്പൊ മൊത്തം ഔട്ട്ലേ ഇൻക്രീസ് ചെയ്യണം. ഞാൻ ആ കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇൻക്രീസ് ചെയ്യണം, നമ്മുടെ രാജ്യത്തിന്റെ വർദ്ധിപ്പിക്കണം. പക്ഷേ എല്ലാവരും ബാധ്യത 0.5% താഴെയാണ് ഹെൽത്തിന് മാറ്റിവെച്ചിരിക്കുന്ന അലോക്കേഷൻ എന്ന കാര്യം കൂടി നമ്മൾ പരിഗണിക്കണം. മൊത്തം GDP-യുടെ 0.5%, 0.49% മാത്രമാണ് ആരോഗ്യ മേഖലയ്ക്ക് നീക്കിവെക്കാൻ കഴിയുന്നത് ഈ രാജ്യത്തിന് എന്ന കാര്യം കൂടിയുണ്ട്. വികസിത രാജ്യങ്ങളിലൊക്കെ അത് 4, 5, 6 അതിൽ കൂടുതലോ ഒക്കെ ശതമാനമാണ്. അല്ല, 30 ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റാണ് നമ്മുടെ ബഡ്ജറ്റ് ഏതാണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ 37,000 കോടി രൂപ എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ തുകയാണ്. പക്ഷേ അത് വർദ്ധിപ്പിക്കണം. നമ്മുടെ രാജ്യത്ത് ജനസംഖ്യാ വർദ്ധവിനനുസരിച്ച് നമ്മളെ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, പുതിയ വൈറസുകൾ, പുതിയ രോഗങ്ങൾക്ക് അനുസരിച്ച് വർദ്ധിപ്പിക്കണം. വർദ്ധിപ്പിക്കുമ്പോൾ കേന്ദ്രം മാത്രം വർദ്ധിപ്പിച്ചാൽ പോരാ, സംസ്ഥാനങ്ങൾ വർദ്ധിപ്പിക്കണം. ഇതാണ് അതിന്റെ വിഷയം. ഇത് രണ്ടു കൂട്ടരും കൂടി ഒറ്റക്കെട്ടായി തീരുമാനിക്കേണ്ട വിഷയമാണ്. ഇതിന് രാഷ്ട്രീയം വേണ്ട. ഞങ്ങൾ പറയുന്നത് ന്യായമാണ്. ഞങ്ങൾ പറയുന്നത് ഇവർ കേന്ദ്രത്തോടും കൂടി. ശരി, ഓക്കെ. ഇവിടെ കേന്ദ്ര സർക്കാർ പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കുന്നില്ല എല്ലാ കൊല്ലവും. ആ പൈസ എങ്ങോട്ടാ പോകുന്നത്? ഇതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കല്ലേ? ഇത് എല്ലാ വർഷവും പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കുകയാണ്. അല്ല, അലോക്കേഷൻ നമ്പറിൽ കൂടുന്നുണ്ടാവും, പെർസെന്റേജിൽ എത്ര എന്നുള്ളതാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്.